ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഷിനാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷിനാസ്, ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യത്തിൽ. പൗരാവകാശങ്ങൾ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടാകുന്നതെന്ന് UN പറയുമ്പോൾ ഇപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്കുള്ള അവകാശങ്ങൾ പോലും കെജ്രിവാളിനോ അല്ലെങ്കിൽ ഈ നിലയ്ക്ക് എതിർ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്കോ ഉണ്ടാകുന്നില്ല രാജ്യത്ത് എന്നും കൂടി പറഞ്ഞു വെക്കുകയല്ലേ? അതെ, കാരണം നമ്മളിപ്പോൾ സാധാരണ പറയാറുള്ളത് ഇന്ത്യയിൽ ഇപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്നതാണ്. അപ്പോൾ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടന്ന 10-21 മാസക്കാലം 75 ജൂൺ മുതൽ 77 വരെ ഉണ്ടായിരുന്നു. അന്നൊന്നും ED പോലുള്ള NIA, ED അതുപോലുള്ള ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത്തരം ഏജൻസികൾ, ഭരണഘടനാ സ്ഥാപനങ്ങളൊന്നും കാര്യമായി അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ദ സ്റ്റേറ്റ് ഈസ് ഓൾറെഡി ടേക്കൺ ഓവർ ഫ്രം വിതിൻ എന്ന അവസ്ഥയാണ്. അന്നത്തെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ കൂടുതൽ കടുപ്പമുള്ള അടിയന്തരാവസ്ഥ സമാനമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ED അടക്കമുള്ള എത്രയോ കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഈ സ്ഥാപനങ്ങളെയൊക്കെ കേന്ദ്ര ഭരണകൂടം രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനും അടിച്ചമർത്താനും ജയിൽ അഴികൾക്കുള്ളിൽ അടക്കാനും വേണ്ടി വളരെ സമർത്ഥമായി ശൃഗാല ബുദ്ധിയോടെ ഉപയോഗിച്ച് വരുന്ന ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അത് കേജ്രിവാളിന്റെ അറസ്റ്റ് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പ്രതിപക്ഷ നേതാക്കളെയും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും ED വലയിൽപ്പെടുത്തി നിശബ്ദമാക്കാനുള്ള ആസൂത്രിതവും വളരെ നിഷ്ഠുരവുമായ ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അന്ന് 75-77 കാലത്തുണ്ടായിരുന്ന അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ, വളരെ നൃശംസമായ ഒരു അടിയന്തരാവസ്ഥ സമമായ അവസ്ഥയാണ് ഇന്നിപ്പോഴുള്ളത്. അതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള അമേരിക്ക ഇപ്പോൾ UN-ഉം പ്രതികരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇന്ത്യയെ കൊണ്ടെത്തിക്കുക വളരെ ജനാധിപത്യം ഇല്ലാത്ത, ഇപ്പോൾ തന്നെ ഒരു മതരാഷ്ട്രത്തിന്റെ ഭാവഹാവാദികൾ പ്രാപിച്ച രാഷ്ട്രമാക്കി മാറ്റി ഇവർ. അങ്ങനെ ഇത്തരം ഏജൻസികളെ, കേന്ദ്ര ഏജൻസികളെ, ഭരണകൂട സ്ഥാപനങ്ങളെ, ഇലക്ഷൻ കമ്മീഷനെ പോലും തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും കളിപ്പാവകളും ഉപകരണങ്ങളുമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഫെഡറൽ തത്വങ്ങൾക്കും ഒക്കെ എതിരെ ഉള്ള ഭരണഘടന വിഭാവനം ചെയ്യുന്ന, നമുക്ക് നൽകുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള വലിയ വെല്ലുവിളിയാണ്. ഇതിനെ ഇന്ത്യൻ സമൂഹം, ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിൽ പൗരാവകാശങ്ങളും ഇന്ത്യയിൽ ഭരണഘടനാപരമായ മറ്റ് എല്ലാ അവകാശങ്ങളും നിലനിൽക്കണമെങ്കിൽ ഇത്തരം വളരെ കുൽസിതമായ ശ്രമങ്ങളെ ജനങ്ങൾ, ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരും ഒന്നിച്ച് അണിനിരന്ന് എതിർത്തില്ലെങ്കിൽ ഇവരുടെ ഈ ജനാധിപത്യ വിരുദ്ധമായ തേരോട്ടം തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശ്രീ ഷിനാസ്, ഈ നിലയ്ക്കുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രതികരണം സാധാരണ നിലയ്ക്ക് രേഖപ്പെടുത്താറുള്ളത് ഒരു രാജ്യത്ത് അത് നടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ രാജ്യത്തിന് അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്, കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഐക്യരാഷ്ട്ര സഭയ്ക്ക് മറുപടി നൽകേണ്ടെന്ന അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇപ്പോൾ നേരത്തെ അമേരിക്കയുടെ പ്രതികരണം വരുന്നതിന് മുമ്പ് മറ്റൊരു രാജ്യത്തിന്റെ പ്രതികരണം ഉണ്ടായപ്പോൾ ആ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഒരു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഇവിടുത്തെ കോൺസുൽ മിഷൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തിയും ഇന്ത്യ അക്കാര്യം പറഞ്ഞു. ഇപ്പോൾ UN-ഉം ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. കാരണം ED പോലുള്ള ഒരു അന്വേഷണ ഏജൻസിയെ ഇത്രമേൽ ദുരുപയോഗം ചെയ്ത, എന്ന് വെച്ചാൽ ഭരണകർത്താക്കളുടെ രാഷ്ട്രീയ ലാഭത്തിനും രാഷ്ട്രീയ ഗുണത്തിനും ഇച്ഛക്കും വേണ്ടി ഇത്രമേൽ ദുരുപയോഗം ചെയ്ത, ഇത്രമേൽ കളിപ്പാവയാക്കിയ ഒരു കാലം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അടിയന്തരാവസ്ഥ
ഭരണകൂട സ്ഥാപനങ്ങൾ ഇത്രമേൽ അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല. അത് കുറച്ച് ആളുകളുടെ നിയന്ത്രണത്തിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന എല്ലാ അകൃത്യങ്ങളും നടന്നത്. ഇന്ന് ഭരണകൂട സ്ഥാപനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് അവയെ പൂർണ്ണമായും വരുതിയിലാക്കി കീഴ്പ്പെടുത്തി നടത്തുന്ന ഒരു ആക്രമണമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളെ, കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ, അതിന്റെ സംഘടനകളെ എതിർക്കുന്ന എല്ലാവരെയും ഏറിയോ കുറഞ്ഞോ നിശബ്ദമാക്കുന്ന ഒരു നടപടി. അപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ അത് മോഡി ഗേറ്റ് ആണ് വാസ്തവത്തിൽ. വാട്ടർ ഗേറ്റ് പോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയാണ്. അത് പുറത്തു വന്ന ജാള്യം ഒക്കെ മറച്ചു പിടിക്കാനും അതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാനും വേണ്ടി ഈ അരവിന്ദ് കെജ്രിവാളിനെ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ കേരളത്തിലടക്കം വേട്ടയാടുന്ന ഒരു വളരെ വിചിത്രമായ, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഒരിക്കലും നിരക്കാത്ത തരത്തിലുള്ള നടപടികൾ ഈ ഭരണകൂട സ്ഥാപനങ്ങളെയും കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇപ്പോൾ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് 2024 ഇവർ വന്നാൽ ഇത് കൂടുതൽ ഭീകരമായി തുടരും. അപ്പൊ ഈ 24 തെരഞ്ഞെടുപ്പ് ഇന്ത്യ എന്ന രാഷ്ട്രം പഴയ രീതിയിൽ നിലനിൽക്കണമോ, അതോ ഇന്ത്യ എന്ന രാഷ്ട്രം ഒരു ഹിന്ദുത്വ രാഷ്ട്രം മാത്രമല്ല ഒരു സമഗ്രാധിപത്യ ഫാഷിസ്റ്റ് രാഷ്ട്രമായി രൂപാന്തരപ്പെടണമോ എന്ന് നിർണയിക്കുന്ന ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്ത്യയുടെ ഭാവിയിൽ ആശങ്കയുള്ള എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ വിധത്തിൽ മാത്രമല്ല പല ഏജൻസികളെയും ഈ വിധത്തിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായി ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച അനുനിമിഷം നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പൊതുവിലും ഏതാനും മാസങ്ങളായി വിശേഷിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ജനങ്ങൾ വിലയിരുത്തും. ജനങ്ങൾക്ക് ഇവരുടെ എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് ജനങ്ങൾക്ക്, പൗരബോധമുള്ള ജനങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുന്ന ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉള്ള സമ്മതിദാനാവകാശം വളരെ ഉചിതമായി, സമുചിതമായി വിനിയോഗിക്കും. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ഒരു പ്രതികരണമാണ് വിദേശകാര്യ വിദഗ്ധൻ ഷിനാസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും നിലവിൽ രാജ്യത്തെ സാഹചര്യം ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം അത്രമേൽ ഭയാനകമാണ്. ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് UN ഇപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.